പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസറോ ചിരിയണ്ട അർശിരിയണ്ട. അപ്പൊ സുഹൃത്തുക്കളെ, എടാ അത് തിന്ന് തീർക്കല്ലേ പൊന്നർശന്മാരെ. ഓ സീൻ മുട്ടായിട്ടോ. ഷുഗർ കട്ടാണെങ്കിലും ഇതൊക്കെ തിന്നണം. കാരണം തരോ അസറോ പറ. അപ്പൊ കൊറേ കാലത്തിന് ശേഷം വീണ്ടും എങ്ങോട്ട് വന്നു? നാട്ടിലേക്ക് വന്നു. 6 മാസത്തെ ഇടവേള, 6-7 മാസമായി ഞാൻ നാട്ടിൽ വന്നിട്ട്. വരി മാറില്ല ടർഷേ. അപ്പൊ സുഹൃത്തുക്കളെ, വിദേശ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളെ അർശിയും സൽമാനും ഒക്കെ എവിടെ എത്തി? നാട്ടിൽ വന്നിരിക്കുകയാണ്. ഈ വരവിന്റെ പിന്നിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഇവർക്കൊക്കെ. നിഗൂഢമായ കുറെ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഇവര്. അതെ അതെ ജോർജിയന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങള്. പക്ഷെ അത് ഞമ്മക്ക് തരാനല്ല, പക്ഷെ ആർക്ക് ചോദിച്ചിനോ ആ പെട്ടിമേലൊന്ന് തൊട. മോനെ ഫുള്ളെടുക്കല് വീഡിയോ നോ റെക്കോർഡിങ് ഓണാണ് മിക്ക. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ബ്ലോഗിന്റെ അടി കൂടെ സെൽമ നല്ല തീറ്റോ ചെറുപ്പട്ടി നമുക്ക് തന്നാ. ഞാനും അർശിയും ഫസ്റ്റ് അർശി എന്താ വെച്ചാൽ ഖത്തറിന്ന് അവന്റെ വിസ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഉസ്ബെക്കിസ്ഥാന് പോയി. ഉസ്ബെക്കിസ്ഥാനത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ജോർജിയക്ക് എത്തി. ജോർജിയയിൽ നമ്മളെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നേരെ അങ്ങോട്ട് എത്തി, നാട്ടിലേക്ക് എത്തി. നാട്ടിലേക്ക് എത്തി കോമഡി ഉണ്ട്. നബീലും ജോർജിയയിലും ഉണ്ടല്ലോ. അപ്പൊ നബീലും ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് വരാന്നുള്ള മൂഡിലേനി. അപ്പൊ നബീല് ഓൾറെഡി ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു പേടിയും പഠിക്കണ്ട, ടിക്കറ്റ് ഡേറ്റ് നീട്ടിക്കോ, നമ്മൾ ആ ടൈം ആകുമ്പോൾ ടിക്കറ്റ് എടുക്കും പറഞ്ഞു. ആവേശ് കുമാറായി. അപ്പൊ നമ്മള് പിന്നെ ഒരാഴ്ച മുന്നാണ് ടിക്കറ്റ് എടുക്കുക. അപ്പൊ നോക്കിയപ്പം നബീൽ എടുത്ത ടിക്കറ്റ് 40,000 രൂപയും ഡൽഹി കണക്ഷൻ ആണെങ്കിൽ 23,000 രൂപയും. അപ്പൊ രണ്ടാളും നേരെ പോയി. അപ്പൊ നബീലിനോട് ഞങ്ങൾ പറഞ്ഞു, എന്നാ വെച്ചാൽ പതുക്കേ ബാസിൽ പറഞ്ഞ എന്നാ വെച്ചാൽ പതുക്കേ ആ ഫ്ലൈറ്റ് കയറിക്കണ എല്ലാം നാട്ടിൽ പോയിക്കോട്ടെ പറഞ്ഞു. അപ്പൊ നബീൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ജോർജിയയിൽ വെച്ചാൽ നാട്ടിൽ എത്തിക്കണ്, ഇന്നലെ എത്തിക്കണ്, ആനാന്റെ പരിപാടിക്കൊക്കെ പോയിക്കണ്. ഞങ്ങൾ ഇന്നും എത്തിക്കണ്. ഇനി നമ്മൾ നേരെ നാളെ മുതൽ ജിംഷാദിന്റെ കല്യാണത്തിനും വേണ്ടിയിട്ട് സഹായിക്കാനും വേണ്ടിയിട്ടുള്ള ഓരോ പ്ലാനുകളിലാണ്. അപ്പോൾ ബാസില കല്യാണം എന്താ ചെയ്യേണ്ടത് നമ്മള്? പക്ഷെ സങ്കടം എന്താ വെച്ചാൽ ഷാനുവിന്റെ കല്യാണത്തിന് അവിടുന്ന് ഒരു തടി ഒരു കാലം അവിടെ നിന്ന് അനക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ അതിൽ സങ്കടം ഉണ്ട്. പക്ഷെ ആ സങ്കടം കൂടി നമ്മൾ ജിംഷാനിൽ തീർക്കാൻ പോവാണ്. അപ്പൊ മിക്ക അടുത്ത സെപ്റ്റംബറിൽ എന്താണ് പരിപാടികളൊക്കെ പറഞ്ഞെടുത്ത? സുഹൃത്തുക്കളെ, കുറച്ച് കസോൾ വിശേഷങ്ങൾ കേൾക്കാം. നമ്മക്കറിയില്ല, നമ്മള് പാവം. ഞാന് ഗ്രാൻഡ് വില്ലേജിലാണ് പോയിന്റ്. ബസിലേക്ക് എന്തായാലും പോണം. അവിടെ അതായത് സമാധാനം, അവിടുത്തെ മനുഷ്യന്മാര്, അതിന്റെ മുകൾക്കും അവിടെ കുറെ വില്ലേജുകളുണ്ട്. ഗ്രഹണ്, കൽഗ, പുൽഗ. അല്ല അങ്ങനല്ല, കേരള ഇവിടെ സമാധാനം ഉണ്ട്. അവിടെ തണുപ്പോട് കൂടിയുള്ള സമാധാനം കിട്ടും. അവിടെ തണുപ്പുണ്ട്, ഇവിടെ തണുപ്പില്ല. തണുപ്പടാ, ഭയങ്കര തണുപ്പാ. തണുപ്പ് എന്റെ പരിപാടി, കല്യാണ പരിപാടി പറഞ്ഞു. നല്ല തണുപ്പാണ് അവിടെ. മൈനസ് ഇല്ല. മൈനസ് ഉണ്ടായ മഞ്ഞ് പെയ്യൂല. മഞ്ഞ് ചെയ്തിട്ടില്ല. ഇല്ലല്ല, ആയിക്കോട്ടെ എന്നാ. ചെറിയ തെറ്റ് പറ്റി, അങ്ങനൊന്നുമില്ല. ജോർജിയയിലെ അങ്ങനെയല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അങ്ങനെയല്ല. ആയിക്കോട്ടെ, ചെറിയൊരു തെറ്റ്, അതെറ്റാർക്കും പറ്റിപ്പോവും. ആയിക്കോട്ടെ, അത് ഇനി പറയാം. അടുത്ത വിഷയം സുഹൃത്തുക്കൾ, നമ്മുടെ അർഷിക എന്താ പറയാലോ? അർഷിക എന്താ പറയാല്ലേ? ഹായ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട്
സ്റ്റാൻഡേർഡ് ആണ്. അതായത് അർഷക്ക് എന്താ വെച്ചാൽ BPL APL കയറി വരികയാണ്. നേരെ മേലക്കാണ് ഇപ്പൊ, ഉയരങ്ങളിലേക്കാണ് ജേർസി. അല്ല നമ്മള് APL BPL അത് വേറെ ഞങ്ങളുണ്ടല്ലോ. അതായത് ജോർജിയ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് ആകെ ടാക്സിക്കാരനെ വളഞ്ഞു ഞങ്ങളെ. ലാസ്റ്റ് ഊബർ ബുക്ക് ചെയ്ത് ഊബർ എടുക്കണ്ട, ഊബർ ഒന്നും എടുക്കണ്ട, ഞങ്ങൾക്ക് പ്രീമിയം സാധനം പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു ടാക്സിക്കാരനെ പരിചയപ്പെട്ട്. എന്നിട്ട് ആ ടാക്സിക്കാരൻ്റെ കയറിയപ്പോണ്ടല്ലോ, ഞാൻ ആ വീഡിയോ ഇതിൽ അയച്ചത്. നമ്മുടെ നാട്ടില് പട്ടി കൊണ്ട് നടക്കുന്ന നായ്ക്കുറുക്കെല്ലാം ഞങ്ങളെ ആ നായ്ക്കുറുക്ക വണ്ടിയിൽ കയറ്റാൻ വിട്ട് നേരെ ഹോട്ടലിലേക്ക്. പക്ഷെ ആള് നയിച്ചോ, നല്ല പാവം ഡ്രൈവറെ, സ്വഭാവം പക്കേ. ഡൽഹി ഫസ്റ്റ് ടൈം അല്ലേ? ഞാന് കേരളന്റെ മേലക്ക് അല്ല നോർത്ത് സൈഡ് പോയിട്ടില്ല. നോർത്ത് സൈഡ് ഫസ്റ്റ്, പക്ഷെ നോർത്ത് സൈഡ് കണ്ടിട്ടില്ലല്ലോ ഇപ്പോഴും. അല്ല അങ്ങനെയല്ല, എന്നാലും കാലുത്തിയില്ലേ? കാലുത്തി കാലെത്തിയാ മതി. ഷാനുവിന്റെ പേരിന് മുന്നിൽ ഡൽഹിനെ കുറിച്ച് തന്നെ അഭിപ്രായം എന്താ? ആ ഒരു ടൗണും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആണോ? ആ ഞങ്ങൾ ടൗൺ എയർപോർട്ടിൽ നിന്ന് ഞങ്ങള് നേരെ ഹോട്ടൽ ബുക്ക് ചെയ്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഞങ്ങള് പുറത്തൊക്കെ പോലെ പ്ലാൻ ഉണ്ടേനി, പുറത്ത് സ്ഥലങ്ങളൊക്കെ ജുമാ മസ്ജിദ് ഒക്കെ പോലെ പരിപാടി ഉണ്ടായി. പക്ഷെ അപ്പോ ഞങ്ങളൊന്ന് കടന്നുറങ്ങി. പിന്നെ നീച്ചപ്പോത്തിന് സൽമാൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങളവിടെ നേരം വെക്കിയാറുണ്ട്. ഇവലെ ഹോട്ടലിൽ ആകെ 10 മിനിറ്റുള്ള എയർപോർട്ടിൽ നിന്ന്. എന്റെ റൂമിൽ നിന്ന് 2 മണിക്കൂറുണ്ട് എയർപോർട്ട്. പക്ഷെ ഞാൻ എത്തിയിട്ട് 1.5 മണിക്കൂർ ഡബിൾ എത്തിയത്. ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് മാത്രം വിളിക്കുന്ന ഫ്ലൈറ്റ് കിട്ടി, അതുകൊണ്ട് മാത്രം. ജോർജിയന്ന് ഞങ്ങള് റൂമിൽ കുറെ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ജോർജിയ ഞങ്ങൾ യാത്ര അയക്കാൻ കുറെ ആൾക്കാർ വന്നു. കുട്ടികളൊക്കെ വന്ന്, സ്റ്റുഡൻസ് ഒക്കെ വന്ന്, സ്റ്റുഡൻസും എന്റെ ഫ്രണ്ട്സും. അപ്പൊ എന്താണ് ഓലപ്പം കുറച്ചിങ്ങനെ വർത്താൻ പറഞ്ഞു. എന്താണ് അപ്പൊ എല്ലാരും വണ്ടിയൊക്കെ സെറ്റാക്കി ഇറങ്ങി പോന്നപ്പോത്തിന് നബീലിന്റെ വിശേഷങ്ങൾ എന്താ വെച്ചാല് നബീല് ഫുള്ള് ഒരു സെറ്റ് പരിപാടിയാണ് നബീലിന്. നബീൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്ന നബീലല്ലേ ഇനി ജോർജിയയില്. വ്ളോഗ് ഇല്ലാത്തോണ്ടും റീൽസ് ഇല്ലാത്തോണ്ടും നബീല് സത്യം പറഞ്ഞാൽ ഒരു വർക്ക് മൂഡിലായിരുന്നു ജോർജിയയില്. അതായത് ഫുള്ള് ജീവിതത്തിൽ നിന്നും ഇനി പുതിയ ഉയരങ്ങളിലേക്ക് പറക്കാന്നുള്ളൊരു മൂഡിലാണ് ചെക്ക ജോർജിയക്ക് വന്നത്. പക്ഷെ പരിപാടികളൊക്കെ ഓരോന്നോരോന്ന് സെറ്റാക്കി വരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് റെഡി ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നബീല് ഇപ്പൊ നാട്ടിൽ വിസിറ്റ് അല്ലേ, അതായത് നമ്മള് ദുബായിക്കൊക്കെ കയറൂലേ വിസിറ്റ് വിസ എടുത്താണ്ട്, എന്നിട്ട് നല്ല പരിപാടികളൊക്കെ സെറ്റ് ആയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ജോബ് വിസ എടുത്ത് പോകും. ആ ഒരു ടൈപ്പിലാണ് നബീൽ ഇപ്പൊ കയറിയത്. ഇനി നാട്ടിൽ എത്തിയിട്ട് നമ്മള് നോർമലി എംബസി പോയിട്ട് നമ്മള് ജോർജിയൻ വിസ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ചെക്കനെ നമ്മള് നേരെ എന്ത് ചെയ്യാണ് കൊണ്ടുപോവാണ്. ശിഷ്ടകാലം ഇനി എന്റെ കൂടെ ഞങ്ങള് ജോർജിയയിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ നബീല ആയോണ്ട് എന്താരോ, നബീല ആയോണ്ട് ഏത് നിമിഷം മാറാം. ചിലപ്പോ ഇനി നാളെ ദിവസേക്കും ഇനി നാളെ ചിലപ്പോ നബീല അറിയും ചിലപ്പോ വിസ കൊടുത്തിട്ടേക്കാരം വരാം. അസറോ എത്ത് വിസ, ഞാൻ നാളെ ഇവിടെ പോവാണ്, മണാലി പോവാണ്, അവിടെ ഒരു പാക്കേജ് ഇട്ടിക്കണ പോകും. നിങ്ങളെ കൊണ്ടുവരാൻ വരുന്ന ആദ്യം വിളിച്ചിരി ഇവിടെ എന്താ പറഞ്ഞാലോ സഫാർക്ക് വരുന്നുണ്ട്, ഞാൻ മണാലി പോവാണ്. 10 മിനിറ്റ് വിളിച്ചിട്ടുള്ളൂ. അപ്പനോട് പറഞ്ഞേ ഞാൻ മണാലി പോവാണ് കുറച്ച് ദിവസത്തിന്. അപ്പൊ നബീൽ അങ്ങനത്തെ ക്യാരക്ടർ ആയതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ കഴിയൂല. പ്ലാനുകൾ ഇങ്ങനെയൊക്കെയാണ്. അല്ല മസ്താൻ കോട്ടം കൊടുത്തോ, ലൈസൻസ് ഒക്കെ എടുത്തോന്നിട്ട് ഞാൻ കണ്ടില്ല. ഓട്ടിയല്ലോന് ജോർജിന്ന് ഫുള്ള് വണ്ടി പേര് നമ്മള് ഉസ്ബക്ക് പോയ ടൈമിലല്ലേ? ഉസ്ബക്ക് എല്ലാத்தைയും കൊടുത്തിക്കണ്. ചെക്കൻ ലൈസൻസ് ഇന്റർനാഷണൽ ആക്കി വന്നതിന്റെ ഒറ്റ ഉദ്ദേശം തന്നെ അവിടുന്ന് വണ്ടി ഓട്ടാനാണ്. അപ്പൊ ചെക്കനെ മാക്സിമം വണ്ടി ഓടിപ്പിച്ചിട്ട് മാക്സിമം ചെക്കൻ പറ്റുന്നിടത്തോളൊക്കെ ഫൈൻ അടിച്ചു തന്നിങ്ങനെ. മാക്സിമം പറ്റുന്നിടത്തോളൊക്കെ ഫൈൻ അടിച്ചത്. പക്ഷെ നബീൽ ആയോണ്ട് എന്താ വെച്ചാൽ ജോർജിയത്തെ റൂൾ ഇങ്ങനെയാണ് പറഞ്ഞാലോ വിശ്വസിക്കുന്നില്ല. ഇത് ഇങ്ങനെയൊന്നും അല്ല, ഓൻ ഇങ്ങോട്ട് ഓരോ നിന്നെ പഠിപ്പിക്കുക, ഇങ്ങോട്ട് പഠിപ്പിക്കുക. അത് അങ്ങനെ അല്ലല്ലോ പോണ്ടേ നമുക്ക് കുറച്ചു ഇന്നാലും എന്തോ അങ്ങനെ പിന്നെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാലേ എന്നാലും എങ്ങനെ അങ്ങനെ വന്നത്. പക്ഷെ ഞാൻ ജോർജിയ പോയ അസറോ ഒരു മാസം കാണിച്ച്. ഞാൻ അസറിനോട് പറഞ്ഞു അസറോ ഇന്റെ അടുത്ത് പിന്നെ ഇതില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്റെ അടുത്ത് ലൈസൻസ് ഇല്ല. അതിൽ അസറിനോട് ഒരു വർത്താനം വർഷേ എന്താ പറഞ്ഞോ, വണ്ടി ബത്തൂമിക്ക് പോകണമെന്ന് വണ്ടിയുടെ സൈഡാക്കി. അപ്പുറത്ത് 500 കിലോമീറ്റർ ഉണ്ട്. അപ്പുറത്തേക്ക് കയറി ഇടുക്ക് വണ്ടി പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു അസറോ ഫൈനോ അല്ലെങ്കിൽ പോലീസോ പിടിച്ച് അല്ലെങ്കിൽ ഇന്റെ അടുത്ത് എവിടെയെങ്കിലും മെല്ലെ തട്ടിയാല് സംഭവം സീന എനിക്ക് ലൈസൻസ് ഇല്ല ഒന്നുമില്ല, ഞാൻ നോക്കും പറഞ്ഞോട്.
പവർ 500 കിലോമീറ്റർ ബത്തുമി റോഡിനോട് വിട്ടിയാ വണ്ടി. പക്ഷെ ആ ധൈര്യം നബീലിനടുത്ത് ഞാൻ ശരിക്കും പോയി തട്ടി. അതുകൊണ്ട് ആ ധൈര്യം കൊടുക്കാൻ കഴിയൂല. അന്ന് അങ്ങനെ ഞാനും അവിടെ വണ്ടി വിട്ടിടും. അതിന് ലൈസൻസ് ഒന്നും ഇല്ല ഇനി. പക്ഷെ ആ ഒരു ധൈര്യക്കളി ബോസ് തന്ന ധൈര്യക്കളിമ്പോ എന്ത് ചെയ്ത് അങ്ങോട്ട് പോയി ബത്തുമിക്ക്. പക്ഷെ ഉണ്ടല്ലോ നിങ്ങളാ ബത്തുമിന്ന് മീൻ തിന്നേണ്ട ഫോട്ടോ ഇട്ടില്ലേ, അപ്പൊ എന്റെ ഇവിടെ ഇങ്ങനെ പിടക്കീനി ഇവിടെ അല്ല നെഞ്ചിന്. കാരണം എന്താ വെച്ചാല് എനിക്ക് ജോർജിയയിൽ പോയിട്ട് പൊന്നാറ സൽമാൻ എന്നോട് പറയാം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ത് ആ ബത്തുമിത്തെ മീന്. ഇവിടെ നോക്കിയാ കപ്പലോട്ടന്റെ തൊള്ളന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെള്ളം ഏത് ഫ്രഷ് ഫിഷ് ആ നമ്മള് പൊടിച്ചു കൊടുത്തുകാണ്ട് അസറിനോട് പറഞ്ഞ് അനക്ക് ഇവിടുന്ന് എത്ര മീനും തിന്നാറ്. അന്ന് എത്ര മീൻ? 2 മീൻ തിന്നില്ലേ? ഞാൻ ഒറ്റക്ക് 2 മീൻ തിന്ന്. ഒരു മീനിന് എത്ര രൂപ നാട്ടില്? അല്ലല്ല പരന്ന മീൻ. ഞാൻ 2 മീൻ എടുത്തിട്ട് പിന്നെ ആ എന്തോ ഒരു പേരൊക്കെ ആ മീൻ ഇവിടുത്തെ നാട്ടിൽ എത്ര ഒന്നിന് 4000 3000 അങ്ങനെ കുറവാണല്ലേ? ഒരു കിലോന് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നാട്ടിൽ 1000 ഉറുപ്പ്യക്കുള്ളൂ സാൽമണൊക്കെ. നമ്മള് ഒരു മീൻ തന്നെ 3 കിലോ 4 കിലോ ഉണ്ടാവും. അപ്പം ഒരു ഒറ്റ ഫിഷ് എടുക്കുമ്പോ നമുക്കൊരു 3-4 ഉറുപ്പ്യക്ക് ആവും. ഓക്കെ, ഏതായാലും എൻ്റെ ഒരു ജോർജിയ എക്സ്പീരിയൻസ് അങ്ങനെ കഴിഞ്ഞിട്ട് അന്ന്. പക്ഷെ സംഭവം അടിപൊളിയായി. അസുറ അന്ന് തിരക്കില്ല സമയം ഞാൻ വന്നു. തിരക്ക് നമുക്ക് എപ്പോഴും അവിടെ ഉണ്ടാവും. അത് മാറിയിട്ട് വരെ നിന്നാ നടക്കൂല അല്ലേ? ഇനി എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മള് ജിംഷാദിന്റെ കല്യാണം ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ വന്നത്. അത് കഴിഞ്ഞൊരു ട്രിപ്പ്. പക്ഷെ ബാസിൽ ഇപ്പം എയർപോർട്ടിൽ ഇറങ്ങിയൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ചിലപ്പോ ഒരു 5 ദിവസം ഒന്ന് മിസ് ഔട്ടോ. അല്ല ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ 5 ദിവസം ചിലപ്പോ ഉറപ്പായിട്ടില്ല. ചിലപ്പോ അതൊക്കെ എന്നോട് പറയാൻ പറ്റുമോ? എവിടുക്കാന്ന് കൺഫേം ആയിട്ടില്ല. വെക്കേഷൻ വരില്ല മുത്തേ, ക്രിസ്മസ് വെക്കേഷൻ വൈഫിന്റെ കൂടെ. ഞാൻ ഇടക്കൊക്കെ വൈഫിനും കൊണ്ടോണ്ടെങ്കിൽ ഇന്റർനാഷണൽ ആവും സാധ്യത കൂടുതൽ. അല്ല വേറെ ഓപ്ഷൻ പറഞ്ഞില്ല തന്നെയാണ്, പക്ഷെ കൺഫേം ആയിട്ടില്ല. ഇല്ലെങ്കിൽ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടാവും മുത്തേ. എന്തായാലും ഉണ്ടാവില്ല, കാരണം ആവുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും. ഞാൻ കാര്യം പറയട്ടെ, ഇന്ന് 2-ാം തീയതി ആയിട്ടുള്ളൂ, 20-ാം തീയതി വരെ അവിടെ ഉണ്ടാവും എന്തായാലും. അതിന്റെ ഇടയിൽ പറയും സ്കൂളിൽ സബ്മിറ്റ് ഉണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ടാവും, ഇല്ല ഉച്ചക്കറങ്ങലൊക്കെ ടാസ്ക് ആക്കാം. പക്ഷെ 4 മണി മുതൽ നേരം വെളുക്കോളം എന്നുണ്ടാവും പറയട്ടെ. 4 മണി മുതൽ രാത്രി ഒരു 11 മണി വരെ. 10-11 ആക്കിക്കണം. 11 1 മണി ആക്കണം. പിന്നെ അസറോ വേറെ മെച്ചുണ്ട്, എന്താണ് സെവൻസ് തുടങ്ങിക്കണം മൊത്തത്തില്. നമുക്ക് കുറച്ച് കളിക്കൊക്കെ പോവാ. ആണോ? ആ എല്ലായിടത്തും അതിന്റെ വാർത്തയൊന്നും പറയാക്കണല്ലേ. മെസ്സി വരുന്നൊക്കെ ഒഴിവാക്കി ഇവിടെ ആകെ അതിനൊക്കെ കച്ചറൊക്കെ കൂടിയ ആൾക്കാരെല്ലാരും പാടെ. എനിക്ക് ഉറപ്പേനെ എല്ലാരും അലച്ചാടുന്നുണ്ട്. പിന്നെ സൗദിയിൽ ഇങ്ങോട്ട് വരാത്ത പണിയില്ല. ആള് വന്നിനി. പക്ഷെ എന്താ വെച്ചാൽ മെസ്സി വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ സംഭവം ഉസാറായിനി. ഒന്നില്ലല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്താ വെച്ചാല് വേൾഡ് കപ്പ് നമ്മള് തൂക്കും പ്രാവശ്യം. നമ്മളല്ലേ നമ്മള് രണ്ടാളിൽ ആരേലൊക്കെ അങ്ങനെ പറയാം. നമ്മള് പിന്നെ അമ്മോന്റെ കുട്ടികളല്ലേ, ഞങ്ങളെ തമ്മിൽ അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ എന്താ വെച്ചാൽ ബ്രസീൽ ഇനി റൗണ്ട് ഓഫ് 16 പൊട്ടി കഴിഞ്ഞാല് നേരെ പോർച്ചുഗൽ ജയിച്ചിട്ടും നിങ്ങളും അങ്ങനെ ചെയ്യണം. അല്ല നമ്മളെന്താ വെച്ചാ അതായത് ഇൻഡയറക്റ്റ്ലി ഫുൾ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഞങ്ങക്ക് ഇപ്പൊ എന്താ വെച്ചാലേ എന്ത് വരടുത്ത് അതായത് ചെക്കൻ എങ്ങനെയല്ലോ കിട്ടണം എന്നുള്ളൊരു അതന്നെയാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ അപ്പുറത്ത് നെയ്മർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായോണ്ട് അവിടെയും നമുക്ക് നോക്കണം. അത് വേണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ ഫിഫന്റെ പ്രസിഡന്റിനെ കണ്ട് ഓന്റെ അക്കൗണ്ട് കുറച്ച് പൈസ അയച്ചു കൊടുക്കും. മനസ്സിലായോ? മൊത്തത്തിൽ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ അതിന്റെ കാരണം നമ്മളിനി ബൈക്ക് ചർച്ച ചെയ്യണ്ട. പക്ഷെ ചർച്ച ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ കുട്ടികള് പോയിങ്ങാണ്ട് അണ്ടർ 17 അടിച്ചു. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, തുടക്കം മുതൽ ഒടുക്കം വരെ ഫുൾ പെനാൽറ്റി ഗോളുകൾ ക്രിസ്ത്യാനോ കിട്ടിക്കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ടോക്കുകൾ വരും. അങ്ങോട്ട് തിരിച്ചു വരും, റിട്ടേൺ അടിക്കും. ഉറപ്പാണ്. അജ് പറയില്ലേ ക്രിസ്ത്യാനോക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ പെനാൽറ്റി ഇട്ടി കഴിഞ്ഞാല് അത്രേ ഉള്ളൂ. മിക്ക എനക്ക് എന്താ പറയാനുള്ളത്, പോർച്ചുഗൽ 5 കളിക്കാർ വരും. മിക്ക പോർച്ചുഗലല്ല, റൊണാൾഡോ, സെൽമാനെ മിക്കിനടുത്ത് തിരിച്ചു ക്യാമറ. ക്യാമറ വേറെ ആംഗിൾക്ക് ദിശ മാറിപ്പോയി.
അസറോ നമ്മളെ ബായി പരിപാടികൾ എന്തൊക്കെയാണ്? അൽനാസറിന്റെ കളി കാണാൻ വൈകുന്നേരം. എടാ അൽനാസറിന്റെ പോണോ? ക്രിസ്ത്യാനോ അൽനാസറിന് പോണിന്റെ മുമ്പ് ഒരു കളിക്കോട്ടെ ഞാൻ. അല്ല അല്ല അങ്ങനെയല്ലടാ. പിന്നെ ഷേസാദ് സെറ്റ് ആക്കേണ്ടത് ഓന്നെ കഴിഞ്ഞ പോക്കിൽ വിളിച്ചാണ്. അനക്ക് ഓർമ്മയില്ല, അന്ന് എന്നെ വിളിച്ചു പറഞ്ഞാ പിന്നെ മാറ്റി വെച്ചാ. എടാ അങ്ങനല്ല, സംഭവം 30 റിയാലുള്ളൂ. അതല്ല, അന്ന് നമുക്ക് ഇവിടുന്ന് ലീവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോവും. അൽനാസറിന് പോണിന്റെ മുമ്പ് എന്തായാലും പോവും. ആ റൊണാൾഡോനെ കാണുന്നില്ല, അല്ല കാണാൻ കണ്ടിക്കണേ. അങ്ങനെയല്ലേ അടുത്ത് പോയിട്ട് റൊണാൾഡോനെ കാണരുത്. റൊണാൾഡോ എന്ന് പറഞ്ഞ ആ ഒരു ഫീലൊക്കെ വരണം. പോർച്ചുഗലിന്റെ കളിക്കോ അപ്പോഴാണ് ആ ഒരു സാധനം കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. പോർച്ചുഗലിന്റെ വേൾഡ് കപ്പ് അന്ന് കണ്ടു. അന്നാ പിന്നെ എനിക്ക് കാണണ്ട. അല്ല അങ്ങനെയല്ലടാ, ക്രിസ്ത്യാനോനെ അടുത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ അല്ല നമുക്ക് ആഗ്രഹിക്കുന്ന ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. മാർച്ചിൽ ഖത്തറിൽ കളിയുണ്ടല്ലോ. ആ അതേമാതിരി ഇത് വരുന്നുണ്ടല്ലോ. എടാ ഫൈനലിസിമ ഖത്തറിലല്ലേ? സ്പെയിനും അർജന്റീനയും. ആ മാർച്ചില്. മാർച്ച് എത്ര 12-ാം തീയതി തോന്നുന്നുണ്ട് എനിക്ക്. അത് സീൻ കളിക്കാരം. എടാ അതിന് പോയാൽ മെച്ചേക്കാരം കേട്ടോ. അത് എല്ലാ പ്ലേയേഴ്സിനും കാണാം. ക്രിസ്ത്യാനോ ഉണ്ടാവില്ല, അർജന്റീനയും ഇന്ത്യയും ഫുൾ പ്ലേയേഴ്സിനും കാണാം. നമുക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ പ്ലേയേഴ്സിനും നമുക്ക് ഇഷ്ടമാണ് കളിയല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള്. അപ്പൊ ഇനി നമ്മള് അതെ അപ്പൊ വന്നപ്പോ മുതൽ ചെക്ക എന്താ പറയണ്ടേ? ഞാൻ പറയണത് സ്പൈസി ബ്രോസ്റ്റ്. അതായത് അസുർ എങ്ങനെ വെച്ചാല് എയർപോർട്ടിൽ നിന്ന് കഴിക്കണം എഴുതിനെ. പിന്നെ സാഹചര്യം കാരണം എല്ലാം ലേറ്റ് ആയത്. എയർപോർട്ടിൽ നിന്ന് സൽമാൻ പറഞ്ഞ്, സൽമാന് ഭയങ്കര കാസോളക്കും കൊടുക്കും പോണ ആളല്ലേ. അപ്പം മറ്റേ എയർപോർട്ടിന്റെ ഉള്ളില് KFC ഉണ്ട് മുത്ത, ഡോണ്ട് വറി നമ്മൾ എന്തായാലും കഴിച്ചിരിക്കും. എന്നിട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ എത്തിയപ്പോഴേ ഫുഡ് കോർട്ടിലുണ്ട്. എന്നിട്ട് ഞാനോട് ഞാൻ സൽമാനോട് എവിടെ KFC വെച്ച്, അല്ല എവിടെ KFC ഇന്നോടും കേട്ട്. അല്ല ഇപ്പൊ തൽക്കാലം പിസ്സയും ഇതൊക്കെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ മറ്റേ എന്താണ് പാനിപ്പൂരി മസാലപ്പൂരി ബേൽപൂരി ഒക്കെ ഉണ്ട്, അത് എന്തെങ്കിലും കടിക്കാറ്. എന്നിട്ട് എന്നോടേ മേലെയാണ്, കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആണ്. അപ്പൊ നമുക്ക് മേലെ കൂലാന്ന് ഓനെ അറിയാം. അപ്പൊ ഞങ്ങൾ അടിക്കാൻ ഇറങ്ങി, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചാണ്ട് വ്ലോഗ് കാണും. ഡൽഹി എയർപോർട്ടിൽ പോയിട്ടുണ്ടെ കമന്റ് ഇടാ, ഡൽഹി എയർപോർട്ടിൽ KFC ഉണ്ടോ ഇല്ലേ കേട്ടോ. അല്ല ഡൽഹി എയർപോർട്ടിൽ KFC ഉണ്ട്. കാരണം ഞാനും ഇവിടെ നിന്നിക്കണേ. കാരണം നമ്മള് കുറച്ച് കൊല്ലങ്ങൾ മുമ്പാട്ടോ, അതായത് ഞാൻ ഫസ്റ്റ് ആണ് പോയ സമയത്തായിട്ട് തോന്നുന്നുണ്ട്. എല്ലാ ഫുഡ് കോർട്ടിന്റെ അവിടെ അല്ല അത്, ഇത് വേറെ ഏതോ സ്ഥലത്താണ് തോന്നുന്നത്. അപ്പൊ ഏതായാലും ഡൊമസ്റ്റിക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇജ്ജ് എവിടെയാണ് ഇപ്പൊ? എന്റെ ചിന്ത വേറെ എവിടെ? ഞാൻ നേരത്തെ പറയുന്നുണ്ട്, ഫുഡൊന്നും അല്ല ഓന്റെ ചിന്ത. ഓന്റെ ചിന്ത എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഓന്റെ ചിന്ത. ഫുഡൊക്കെ പോയി, ഇപ്പൊ ഫുഡിന്റെ പ്രയോറിറ്റി ഒക്കെ പോയി. ഇപ്പൊ പള്ള കാളയിൽ കുഴപ്പമില്ല, വേറെ കുറെ കാളലുകളാണ്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ബാക്കി നമുക്ക് അവിടെ തിരി കാണാട്ടോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ വ്ളോഗ് ഓടായിട്ടോ. കാക്ക നമ്മളെ ഫുഡ് പറ, എന്തൊക്കെ വർത്താനം? എന്താ അങ്ങനെ പോണേ? 1.5 മാസമായി വ്ളോഗ് ഇട്ടിട്ട്. എന്താ വർത്താനം? അപ്പൊ ബാസിൽ എന്താ വെച്ചാല് പഞ്ചായത്ത് ഇലക്ഷന് നിക്കണോണ്ട് ബാസിൽ മെല്ലെ പഞ്ചായത്ത് ഇലക്ഷന് നിക്കുന്നുണ്ട്. അതായത് അതല്ല ചെക്കന്മാരാണ്, കുട്ടികളാണ്. ഇമ്മ അപ്പുറത്താ ഓല് ഇവിടെ ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ വ്ളോഗ് നമ്മള് നേരത്തെ കുറെ എടുത്തീനി. ഇപ്പൊ എന്തൊക്കെയും കണ്ട് പോയി കൊണ്ട് നിൽക്കാണ്. അപ്പൊ അനാനും ബാസിലും ഞാൻ അനാനെ കണ്ട അത്ര ദിവസങ്ങൾ തന്നെ ആയിക്കണ്ട്. ബാസിലും അനാനെ കണ്ടിട്ട് എടാ കാണില്ല, ചോദിച്ചു നോക്കാനോട്. പക്ഷെ എന്താ വെച്ചാല് ഇവന് അത് അതിന്റെ ഫ്രീ അല്ലാത്തോണ്ട് ഇവന് പോകേണ്ടതായിട്ടുള്ള കാരണം കൊണ്ടല്ലേ. എടാ അല്ല വെറുതെ അല്ല, അങ്ങനല്ല, ഞാൻ ഇവിടെ വെറുതെ അതല്ലേ പറഞ്ഞേ. പക്ഷെ എന്താ പറയുക, ഓൻ ഇവിടെ നാട്ടിൽ വന്നപ്പോ വിളിക്കലാണ്. അതായത് വീട്ടിൽ വന്നോ വിളിക്കും. അപ്പൊ പോകൂല. അപ്പൊ പോയാലും എന്താ പറയലടാ, ഞാൻ നാളെ രാവിലെ സ്കൂളിൽ അപ്പൊ വേഗം പോട്ടെ അപ്പൊ സ്പെൻഡ് ചെയ്യാനോട് ടൈം ഇല്ല. അതിലേറെ നല്ല വീഡിയോകൾ കണ്ടുകൂടാ. ഓൻ വന്നുകാണ്ട് ഏറി പോയി 5-6 മണിക്കൂറൊക്കെ വരികയുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും പോകും.
5-6 മണിക്കൂറിന്റെ ഇടയിൽ ഒരു അരമണിക്കൂർ വന്ന് കണ്ണാട്ടി കണ്ട് അല്ല അരമണിക്കൂറൊന്നല്ല അതിലാറുണ്ടായില്ലേ 15 മിനിറ്റ് അരമണിക്കൂറൊന്നല്ല 15 മിനിറ്റ് കാര്യം പറയണോ ആണോ ഷൂട്ട് കാണാൻ ഞങ്ങൾ ഒരു ദിവസം കോതമംഗലത്തെ കോതമല്ല എറണാകുളം ജില്ലയിലല്ലേ വരിക നമുക്ക് ഇങ്ങനെ മൂന്നാർ കാട്ടാളം പാടം ഇറങ്ങുന്നതിന് മുന്നേ സീനുകളൊക്കെ പോലെ വ്ളോഗിനോട് ഔട്ട് ചെയ്താലോ അതാകുമ്പോൾ റീച്ച് കിട്ടും അതായത് അതിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം എടാ ഇജ്ജ് വേറൊരു ഫോട്ടോ കണ്ടോ എടാ അല്ല മൂത്തോന്റെ ഫോട്ടോ വെച്ചൊരു ചങ്ങായി സെൽഫി ഇട്ടിക്കണേ അത് കുറച്ചല്ല ആണോ ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത ടൈമാണ് അർശിനെ നല്ലൊരു ഇതേമാതിരി കുട്ടീനെ ഫോട്ടോ കണ്ട് അതിൽ അർശി അറിയാണ് നമ്മൾ വിശ്വസിച്ചു കൊടുക്കല്ലേ വേറെ ഓപ്ഷൻ പലതും പേയല്ല. അപ്പൊ എന്താ വെച്ചാല് AI-നെ കരടാക്കി കണ്ട് കുറെ ആൾക്കാർ പല കളികളും കളിക്കുന്നത് ഒറിജിനലിന്റെ അടിയിൽ കൂടെ സൽമാനെ എന്താ പരിപാടി ക്യാമറയിൽ പെടൂലല്ലോ. സൽമാൻ എന്ത് ചെയ്തു? സൽമാനും നിയാലിനെയൊക്കെ ഞാൻ പിടിക്കൽ എങ്ങനെയാ അറിയോ? സഭയെന്ന് സൈലന്റ് ആവും. സഭയിൽ ആക്റ്റീവായി നിൽക്കണോല്ലോ ഇടയിൽ കള്ളക്കളിയോ കള്ളപ്പണികളോ ഒന്നും ഉണ്ടാവില്ല. സഭയിൽ നിന്ന് ഇങ്ങനെ മാറി ഫോൺ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് സഭയിൽ നിന്ന് മാറി ഇങ്ങനെ സൈഡായി വ്ളോഗിന്റെ ഇടയിൽ മുണ്ടാതെ നിൽക്കുക. ശ്രദ്ധിച്ചാൽ മതി ആരങ്ങനെ നിൽക്കല്. ഇപ്പൊ മാത്രല്ല കേട്ടോ, എന്റെ ആസാനുണ്ട്. മുണ്ട വെക്കുക, അതേപോലെ ഫോൺ എടുത്ത് മാറിക്കുക. അങ്ങനത്തെ ടീമാണ് ഏറ്റവും വലിയ കള്ളം. മറ്റേ സ്ക്രീൻ കാർഡ് ഇയാളുടെ കളിയാക്കി പറിച്ചളഞ്ഞ് ഈച്ചോ അവിടെ ഇരുന്നോട്ടോ, അവിടെ ഇരുന്നോ. ഒരു മാസം കൊണ്ട് ഫുൾ ടൈം കാറൊക്കെ ആണല്ലോ. ജോർജിയ അത് തിരുമ്പരല്ല. നമ്മടെ ഫുഡ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കോ എടാ നമ്മളെ ഫുഡ് കെൻസ് പൊളിഞ്ഞിട്ട് കൂടട്ടാ. അപ്പൊ നമ്മള് ലഗേജൊക്കെ മാറ്റി കയറ്റോ. ഓക്കെ മുത്തേ, കാണാം. പടത്തിനൊപ്പം പോവാട്ടോ. കുഴപ്പമില്ല, ഈച്ചോ കാണാം. പരിപാടി സെറ്റാക്കിട്ടോ. സൽമാനെ മേവരി മറ്റന്നാരില്ലേ? നാളെ വരൂല്ലേ? ഓക്കെ സെറ്റ്. അപ്പോൾ എല്ലാവരും 4 വഴിക്ക് പോവാട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ ബാക്കി അനാൻ്റെ ചാനലിൽ വ്ളോഗ് വരും. അതായത് നമ്മളൊരു തിരി കൊളുത്തി വെച്ചിരിക്കണേ. ഇമ്മേ ഇതൊക്കെ എന്താണ്?
കല്യാണം പൊടി പൊടിക്കാൻ. അസർ വന്നത് വെറുതെ അല്ല സുഹൃത്തുക്കളെ. കല്യാണത്തിന്റെ സ്റ്റേജിൽ ബേസ്ബോളിന്റെ ബാറ്റ് ഉണ്ട്, ഒരൊറ്റ അടിയാ. നോക്ക് ഗാലറിയിൽ നിന്ന് ഒരാൾ പന്തല ബേസ്ബോൾ ബാറ്റ് കല്യാണം. ഇതിപ്പോ കൊണ്ടതാണ് എങ്ങനെ കൊണ്ടുവന്നേ? ഇത് നിങ്ങൾ എന്ത് ചെയ്യാറോ, ജിമ്മിന്റെ കല്യാണത്തിന് ഗാലറിയിൽ നിന്ന് ഒരാൾ പന്തല, ഞാൻ സ്റ്റേജിൽ അല്ല ടെന്നീസ് ബോൾ അലമ്പ് വേണം, പക്ഷെ ഇത് കുറച്ച് കടന്ന് അലമ്പായി പോയില്ലേ? ഉപദ്രവേൽക്കരുത്, നമുക്ക് വല്ല വേണം അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാൻ മാസ്ക് ഇട്ടാ വരുന്നേ, ഞാനാണ് ചെയ്തതെന്ന് ആർക്കും അറിയരുത്. അടക്കം പൊട്ടിയ പോലെ എനിക്കറിയാം ആരാ പൊട്ടിച്ചേ. അതെന്നുവെച്ചാല് അത് നിങ്ങളോട് കൂടി മണ്ണടിഞ്ഞു പോയിക്കോട്ടെ, എനിക്കറിയണ്ടേ. അതെ, ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ 2 പൊട്ടിയിട്ടുള്ളൂ കേട്ടോ. ആ ഒന്നിൽ തന്നെ 10 പൊട്ടിയാണ് മാല പടക്കിന്. എന്നോട് പറഞ്ഞാൽ നിക്കായിനൊന്നും ചെയ്യരുത്, റിസപ്ഷന് എനിക്ക് ഇഷ്ടമുള്ള റിസപ്ഷനായിട്ട് വെക്കണില്ല. അല്ല വരുന്നുണ്ട്, അത് പറയും ഞാൻ. കുട്ടി ഉണ്ടാവും എന്റെ റിസപ്ഷന്. അല്ലടാ, ആ വെക്കും അധികം വൈകാതെ തന്നെ ഉണ്ടാവും. വേണേ ഞാൻ നടത്താം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയ നടത്താൻ ഇവിടെ ഞാൻ അല്ല ഓന് നമുക്കൊരു വാക്ക് തന്നെ വാസില് നിക്കാഹ് ഓളെ പേരിലായോണ്ട് സീനാണ്, റിസപ്ഷൻ നിങ്ങൾ എന്താ ചെയ്തോളി എന്ന് പറഞ്ഞു ഓർമ്മ ഉണ്ടോ? അല്ല അങ്ങനല്ല, അല്ല നിങ്ങൾ ഇതായിക്കോളി, പക്ഷെ അങ്ങനെയല്ല. നമുക്കിപ്പോ പോകാം, പരിപാടിക്ക് പോകണ്ട, പോയി കടന്നുറങ്ങി. ഞാനാണ് പരിപാടി നടത്തുന്നത്. ഒരു വാക്കുണ്ട്, ഒരു പോപ്പറൊന്നും അതിന്റെ ഒറിജിനൽ സാധനങ്ങൾ വരൂല. അങ്ങനെ തന്നെ വേണ്ടി നമുക്ക് സെറ്റ് ആക്കാം, പരിപാടി ഉണ്ട്. ജപ്പാനില് മറ്റേ സാധനം കണ്ടു, ജപ്പാനില് പുതിയൊരു പടക്കൊരു കണ്ടെത്തിയടാ, ഒരു ഉണ്ടാക്കിയൊക്കെ കൊറേ ടൈം എടുത്തോണ്ട് ഒരൊറ്റ സാധനം പോണുള്ളൂ. പക്ഷെ നല്ല മറ്റേ റോക്കറ്റ് പോണ ഇവലൊരു മൂടേ വെയിറ്റ് ചെയ്യണം മേലക്കെത്താൻ. ഫസ്റ്റ് വലിയ ഷോട്ട് 10 വെയിറ്റ് ചെയ്യണം മേലക്കെത്താൻ. ആ കാണിച്ചടാ, ജപ്പാൻ ക്രാക്കർ ഇത് ഫ്ലൈറ്റിൽ പോരൂലല്ലോ. അല്ല, ഇത് ഫ്ലൈറ്റ് കൊണ്ടല്ല, കാറിലുണ്ടായിനാണ്. അല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി, അതായത് പ്രശ്നങ്ങളില്ലാത്ത ഇതുപോലുള്ള ടൂൾസ് നമ്മൾ വണ്ടിയിൽ വെക്കണ നല്ലതാണ്. പ്രത്യേകിച്ച് അതർ സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആൾക്കാർ. അതായത് റോക്കറ്റോ ടൈം എടുത്താ എത്ര മേലേക്ക് ഇതിന്റെ താഴത്ത് പിന്നെയും പൊട്ടും. വേറെ എന്താ രസം. അല്ല ഇത് ഇപ്പൊ വിചാരിച്ചു തീർന്നു. ഇതിങ്ങനെ മാലപ്പടക്കം, അതായത് ആ പൊട്ടി ചാടിനി തന്നെ പിന്നെ മാറി. അപ്പൊ അതൊക്കെ ടൈം എടുത്ത് പോവും. അത് പറഞ്ഞേ, ഈ വ്ളോഗിന്ന് മാറി നിന്ന് സൈലന്റ് ആവണ ഫുള്ള് ശ്രദ്ധിച്ചോളി. ഓണായി പറഞ്ഞപ്പോ ഓണായി. ഒക്കെ ലൈന് സെറ്റായ ആൾക്കാരാണ്, എല്ലാരും ശ്രദ്ധിച്ചോളി. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഇത് പറയണ്ട. എല്ലാരും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, അതൊക്കെ അറിയാം. അടുത്തോളേക്കാം. ഇങ്ങോട്ട് വേണ്ട, ഞാൻ എടുക്കാം. ഓ ഓക്കെ, പോയിട്ടോ, കാണാം. സെറ്റാക്കും, പൊള്ളിക്കും. അതിന്റെ ബാക്കിയാണ് എൻ്റെ ചാനലുണ്ട് കേട്ടോ, അതിൽ പോയി കണ്ടോളി. ഫുൾ പ്ലാനിങ് അതിൽ കാണാം നിങ്ങൾക്ക്. അസറോ അപ്പൊ നമ്മൾ പിരിയാണ് ഗായ്സ് ഇന്നത്തേക്ക്. എല്ലാരും കല്യാണത്തിന്റെ മൂഡിൽ കേട്. ചെക്കന്മാർ പരിപാടിക്ക് പോകട്ടോ, തിരൂരിക്ക്. ചിപ്സ് പോയി, ചിപ്സ് ആക്കെ വാങ്ങിക്കൊണ്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഒന്നറിഞ്ഞ് വാങ്ങിക്കൊണ്ടേ. കളിപ്പോക്ക് വാങ്ങൂല, ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും മുണ്ടാൻ പറ്റില്ല. തരുമെന്ന് ചോദിച്ചും ചെയ്ത് എനിക്ക് ഇനി നേരത്തെ നാളെ ആണെങ്കിൽ ഞാൻ എവിടുന്നേലും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് പിടി
ഇച്ച് നീ നേരത്തെ ഒമാൻ ചിപ്സും കിട്ടൂല ഞാനാണെങ്കിൽ തിന്നേണ്ട ക്രൈവിങ്സ് എത്തിയും ചെയ്തു ഞാനല്ല ഞാൻ പോണ വാങ്ങിക്കോട്ടെ എന്നാ വിട്ട് ഏതോ ഒരു കാക്കൊന്നേണ്ടി അതൊരു വാങ്ങിക്കൊണ്ടേ കാണിക്കാനും പറ്റില്ല. പൂജച്ച് നുണഞ്ഞ് കയറി പൊട്ടിച്ചെന്നാല് ആയിക്കോട്ടെ വിട്ടോളി. കാണാം മക്കളെ, നാളെ കാണാം. നാളെ വരിട്ടോ, നാളെ വേഗം വരിട്ടോ, പരിപാടി ഉണ്ട്, വേഗം വരി. ഓക്കെ വിട്ടോളി. ബൈ ബൈ ബൈ. കാക്ക പോയിട്ടോ, കാണാം. കടന്റെ ഓണർമാർ പോയി തുടങ്ങി.